അത് പക്ഷേ ഇച്ചിരൂടെ സംസാരിക്കും, ഇച്ചിരൂടെ ഒരു ഒപ്പീനിയൻസ് പറയുമെന്ന് എനിക്ക് അതെ തോന്നുന്നു. അതെ പറയും. മാത്രമല്ല എൻ്റെ അടുത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ ഒരു മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാക്കരുത്, എല്ലാവരും കൂട്ടിപ്പിടിച്ച് പോയേക്കണം. നിന്നെ നീ ബാക്കി എല്ലായിടത്തും മധ്യസ്ഥ പറഞ്ഞു ഓക്കെ, ആ പക്ഷെ ഇവിടെ എനിക്ക് ഇവിടെ എനിക്ക് മധ്യസ്ഥ പറയാൻ പറ്റില്ല, അതിനൊരവസരം നീ ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ പുള്ളി വാസ്തവത്തിൽ എന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പുള്ളി സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്നതിന് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവസാനം പുള്ളി എന്നെ രാഷ്ട്രീയത്തിൽ സമ്മതിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി കുറേ പദ്ധതികൾ നടപ്പിലാക്കി, മോഡൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി, അതിന് കുറേ ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹം എന്നെ അംഗീകരിച്ചതെന്നില്ലാണ് വാസ്തവം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി 5 വർഷം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി വന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആരാവണമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു.